വിദ്യാർത്ഥിയുടെ പുറകെ ഓടി തെരുവ് നായ. പേടിച്ച കുട്ടി സൈക്കിളിൽ നിന്നും താഴെ വീണു. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലാണ് ഈ സംഭവം ഉണ്ടായത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ പറയുന്നു. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, ദൃശ്യങ്ങൾ കാണുമ്പോൾ അല്പം നമുക്ക് അമ്പരപ്പം ഉണ്ടാകുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ പുറകെയാണ് പോകുന്നത് നായ. പക്ഷേ കടി ഏറ്റില്ലായും കൂടിയും കുഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. പരിക്ക് എങ്ങനെയുണ്ട്? ഒപ്പം നായശല്യം ഏറിയ പ്രദേശമാണോ ഇത്? പ്രജിഷ, ദിനംപ്രതി എന്ന വണ്ണം തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണ്. അതായത് നായ ഒന്നുകിൽ ആക്രമിക്കുക അല്ലെങ്കിൽ പുറകെ ഓടുന്ന സംഭവങ്ങൾ ജില്ലയുടെ പല സ്ഥലങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സംഭവം വെസ്റ്റ് ഹില്ലിലാണ്. പെൺകുട്ടി സൈക്കിളിൽ നിന്ന് താഴെ വീണു. നായ കടിച്ചില്ല എന്നത് ആശ്വാസമാണ്. അതിൽ കുട്ടിക്ക് നിലത്ത് വീണതുകൊണ്ട് കാലിൽ ചെറിയ പരിക്കേൽക്കുക മാത്രമാണ് ഉണ്ടായത്. നായ പിന്നാലെ തന്നെ കൂടുകയാണ് ഉണ്ടായത്. രാവിലെയാണ് ഈ സംഭവം. കുട്ടി ട്യൂഷന് വേണ്ടി പോവുകയാണ്. വൈകലക്ഷ്മി എന്നാണ് പേര്. കുട്ടി വീട്ടിൽ നിന്ന് ട്യൂഷന് പോവുകയാണ്. സാധാരണ പോകുന്ന വഴിയിൽ നായശല്യം രൂക്ഷമായതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെ പോയിക്കോളൂ എന്ന് രക്ഷിതാക്കൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി മറ്റൊരു വഴിയിലൂടെ പോയത്. പക്ഷേ ആ വഴിയിലൂടെ സൈക്കിളിൽ പോകുന്ന സമയത്താണ് നായ ഈ വിധത്തിൽ പിന്നാലെ ഓടുന്നത്. കുട്ടി നിലത്ത് വീഴുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്ത് ഒരു ബേക്കറിയാണ്. ആ ബേക്കറിയിലുള്ള ആളുകളൊക്കെ ഓടി വന്ന് നായയെ തുരത്തുകയാണ് ഉണ്ടായത്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിലാണ് നായശല്യം ഈ മേഖലയിലും പ്രത്യേകിച്ച് നായശല്യം രൂക്ഷമാണ് എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.